ഒരിക്കലും ഒരു ആനുകൂല്യം നമ്മെ തിരഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് എത്താൻ സാധ്യത വളരെ കുറവാണ്. ചില കേസുകൾ എത്താം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടിന് ഒരു ദുരന്തം ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു മേൽക്കൂരയ്ക്ക് ഒരു നാശം സംഭവിച്ചാൽ, മിനിമം അല്ലെങ്കിൽ വെള്ളം കയറിയാൽ ഉടനെ ഈ വിവരം നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ ജനക്ഷേമം പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യർ തങ്ങളുടെ ഒരായുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ അവൻ്റെ വീടും സ്വത്തും കാലവർഷക്കെടുതിയിലും പ്രളയം പോലുള്ള ദുരന്തങ്ങളിൽ നഷ്ടപ്പെടുക എന്നുള്ളത് ഏറെ വേദനാജനകമായ കാഴ്ചയാണ്. പ്രതീക്ഷിക്കാതെ എത്തുന്ന ഇത്തരം ദുരന്തങ്ങളിൽ സ്വന്തം വാസസ്ഥലം നഷ്ടപ്പെടുന്നവരുടെ അവസ്ഥ വിവരണാതീതമാണ്. തീർച്ചയായും സർക്കാർ നൽകുന്ന ധനസഹായങ്ങൾ ഒരിക്കൽ പോലും നഷ്ടപ്പെട്ടു പോയ ഭൂമിക്കോ അല്ലെങ്കിൽ വീടിനോ പകരമാവില്ല. എങ്കിലും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ചേർത്ത് പിടിക്കാനുള്ള ഒരു ചെറിയ ആശ്വാസം എന്ന നിലയിലാണ് സർക്കാർ ധനസഹായങ്ങൾ പ്രഖ്യാപിക്കുന്നത്. പ്രളയമോ കാലവർഷം മൂലമോ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് സർക്കാർ നൽകുന്ന വിവിധ ധനസഹായങ്ങളും അവ ലഭ്യമാക്കാനുള്ള കൃത്യമായ വഴികളെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആദ്യമായി ചർച്ച ചെയ്യുന്ന വിഷയം അടിയന്തരമായി ലഭിക്കുന്ന ഇത്തരം സാമ്പത്തിക സഹായങ്ങളാണ്. ഇത്തരം ദുരന്തങ്ങളിൽ മരണപ്പെട്ടു പോയ കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ വരെ സർക്കാർ ധനസഹായമായി നൽകാറുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് 10,000 രൂപ പ്രത്യേകവും നൽകാറുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം ഈ പ്രളയം അതല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളിൽ മിക്കവാറും ആളുകളുടെ വീട്ടിൽ വെള്ളവും ചെളിയും കയറി വീട് ഉപയോഗിക്കാനാവാത്ത അവസ്ഥയിലാണ് ഉണ്ടാവാറുള്ളത്. അത് എത്രയും പെട്ടെന്ന് ക്ലിയറാക്കിയാൽ മാത്രമാണ് വീട്ടിൽ താമസിക്കാവുന്ന ഒരവസ്ഥ ഉണ്ടാവുക. അത്തരം ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി 10,000 രൂപ പിന്നെ സർക്കാർ നൽകുന്നുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട വിഷയം, റേഷൻ കാർഡ് ഒന്നിന് 10,000 രൂപയാണ് നൽകുന്നത്. അപ്പോൾ റേഷൻ കാർഡ് ഉള്ള കുടുംബങ്ങൾക്കാണ് ഇത്തരം ആനുകൂല്യം, ഈ 10,000 രൂപ ആനുകൂല്യം ലഭിക്കേണ്ടത്. അപ്പോൾ ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഒരുപക്ഷെ റേഷൻ കാർഡ് എടുക്കാൻ വിട്ടുപോയ ആളുകളുണ്ടെങ്കിൽ റേഷൻ കാർഡ് എടുത്തു വെക്കുന്നത് നല്ലതാണ്. തറവാട് വീടിൽ റേഷൻ കാർഡ് എല്ലാവരും പേരുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ വീടിന് ലഭിക്കേണ്ട ആനുകൂല്യം ഒരു പക്ഷേ ലഭിക്കാതെ പോകും. അപ്പോൾ ഇതുവരെ റേഷൻ കാർഡ് എടുക്കാത്ത ശ്രോതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ റേഷൻ കാർഡ് എടുക്കാൻ കൂടി ഈ ഒരു സംസാരം ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രളയബാധിത കുടുംബങ്ങൾക്ക് ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ പ്രതിദിനം 300 രൂപ റേഷൻ കാർഡ് ഒന്നിന് 2 മുതിർന്നവർക്ക്, അതായത് കുടുംബത്തെ അധ്വാനിച്ച് പോറ്റുന്ന ഒരു റേഷൻ കാർഡിലെ 2 പേർക്ക് പ്രതിദിനം 300 രൂപ 7 ദിവസത്തേക്ക് ചെറിയ ആശ്വാസം സർക്കാർ ഈ 2026 പ്രളയത്തിന് ബന്ധപ്പെട്ട് ആഗസ്റ്റ് 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ പ്രളയം അതല്ലെങ്കിൽ വെള്ളം വീടിൽ കയറിയ ആളുകൾക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ ഉത്തരവിൽ കർഷകർക്ക് 25% വർധനവ് സർക്കാർ 2026 പ്രത്യേകം പുറപ്പെടുവിച്ച ഉത്തരവിൽ ഉണ്ട് എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് പ്രളയം മൂലമോ അതല്ലെങ്കിൽ കാലവർഷക്കെടുതി മൂലമോ വീടുകൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് സർക്കാർ നൽകുന്ന ധനസഹായങ്ങളെ പറ്റിയാണ്. വ്യത്യസ്ത കാറ്റഗറിയാക്കി തിരിച്ചാണ് സർക്കാരിൻ്റെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് വീടുകൾക്ക് സംഭവിക്കുന്ന കേടുപാടുകളുടെ തോത് അടിസ്ഥാനത്തിലാണ് വ്യത്യസ്ത കാറ്റഗറികൾ ഉള്ളത്. അതിൽ ആദ്യ കാറ്റഗറി വരുന്നത് 15% വരെ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു എന്നുള്ളതാണ്. ഈ 15% എങ്ങനെയാണ് ഉദ്യോഗസ്ഥർ തീരുമാനിക്കുക എന്ന് ചോദിച്ചാൽ, മുട്ടപ്പം വെള്ളം കയറി ചെറിയ കേടുപാടുകൾ വന്ന വീടുകൾ, അതല്ലെങ്കിൽ 10% താഴെ മേൽക്കൂരയ്ക്ക് നഷ്ടം സംഭവിച്ച വീടുകൾ, അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് തകരാറുകൾ സംഭവിച്ച വീടുകൾ, അതുമല്ലെങ്കിൽ ഗൃഹോപകരണങ്ങൾ ഉപയോഗശൂന്യമായ വീടുകൾ. ഇത്തരം വീടുകൾക്ക് 10,000 രൂപ വരെ സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് 60,000 രൂപ വരെ ധനസഹായം ലഭിക്കുന്ന വീടുകളാണ്. 16 മുതൽ 29% നാശനഷ്ടം എന്നാണ് കണക്കാക്കുന്നത്. ഇതിൽ വീടുകളിൽ വെള്ളം കയറിയത് കൊണ്ട് തറക്ക് കേടുപാട് സംഭവിച്ചതും ഇലക്ട്രിക്കൽ പ്ലംബിംഗ് തകരാറുകൾ വന്നതും ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. അതോടൊപ്പം തന്നെ മേൽക്കൂരയുടെ 25% വരെ തകരാറുകൾ വന്നതും വീടിനകത്ത് ചെളിയോ മണ്ണോ അടിഞ്ഞു കൂടിയതും ഈ കാറ്റഗറി 2ൽ ഉൾപ്പെടുത്തി 60,000 രൂപ വരെ ധനസഹായം സർക്കാരിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് 1,25,000 രൂപ വരെ ധനസഹായം ലഭിക്കും. അത്തരം വീടുകളുടെ 50% വരെ മേൽക്കൂര തകരാറായ വീടുകൾക്കാണ് ഇത് ലഭിക്കുക. അതല്ലെങ്കിൽ ചുമരുകൾ ദുർബലമായി പൊട്ടലുകൾ വന്ന വീടുകൾക്കാണ് ലഭിക്കുക. നാലാമത്തെ കാറ്റഗറി വരുന്നത് 2.5 ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കുന്ന വീടുകളാണ്. അതിൻ്റെ പെർസെൻറ്റേജ് കണക്കാക്കുമ്പോൾ ഒരു 60% മുതൽ 70% വരെയാണ്. ഇതിൽ 50%-ലധികം മേൽക്കൂര നഷ്ടമായ വീടുകൾ, ഒന്നിലധികം ചുമരുകൾ തകർന്ന വീടുകൾ, ഇവയാണ് ഈ 2.5 ലക്ഷം വരെയുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. അവസാന കാറ്റഗറി വരുന്നത് വീടുകൾ പൂർണ്ണമായി തകർന്ന് എന്ന് വിധി എഴുതാവുന്ന വീടുകളാണ്. അതായത് 70
to 100% വരെ തകർച്ച സംഭവിച്ച വീടുകൾ. ഇതിൽ മേൽക്കൂര പൂർണ്ണമായി തകർന്ന കെട്ടിടം, അതല്ലെങ്കിൽ അടിത്തറ തകർന്നു പിന്നെ വീട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നത്, അതല്ലെങ്കിൽ വീട് വാസയോഗ്യമല്ല എന്ന് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് ശുപാർശ ചെയ്യുന്ന വീടുകൾ, അതുമല്ലെങ്കിൽ അത്തരം വീടുകൾ ദുരന്ത സാധ്യത മേഖലയിലെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവർ കണ്ടെത്തിയുള്ള വീടുകൾ. ഇത്തരം വീടുകൾക്ക് ഉള്ള നഷ്ടമാണ് 5ാമത്തെ കാറ്റഗറിയിൽ വരുന്നത്. അവർക്ക് സ്വന്തമായി സ്ഥലമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വീടിലൊക്കെ വെക്കാൻ 6 ലക്ഷം രൂപ വരെ സർക്കാർ ധനസഹായം നൽകുന്നുണ്ട്. ഞാൻ അതല്ല, വീടും സ്ഥലവും നഷ്ടപ്പെട്ടവരാണെങ്കിൽ 12 ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കും. ഇതാണ് സർക്കാർ നൽകുന്ന വിവിധ ധനസഹായങ്ങൾ. ഇനി ഇത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരിക്കലും ഒരു ആനുകൂല്യം നമ്മെ തിരഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് എത്താൻ സാധ്യത വളരെ കുറവാണ്. ചില കേസുകൾ എത്താം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടിന് ഒരു ദുരന്തം ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു മേൽക്കൂരയ്ക്ക് ഒരു നാശം സംഭവിച്ചാൽ, മിനിമം അല്ലെങ്കിൽ വെള്ളം കയറിയാൽ ഉടനെ ഈ വിവരം നമ്മൾ വില്ലേജ് ഓഫീസിലും തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് മെമ്പറെയോ കൗൺസിലറെയോ അറിയിക്കേണ്ടതുണ്ട്. ഇതിനുവേണ്ടി നമ്മളൊരു വെള്ള പേപ്പറിൽ ഒരു അപേക്ഷ തയ്യാറാക്കി നൽകിയാൽ മതി. അതല്ലെങ്കിൽ വ്യത്യസ്ത ഫോമുകൾ ലഭ്യമാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അത്തരം മോഡലുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയി ഈ അപേക്ഷ നമ്മൾ നൽകണം. അതോടൊപ്പം തന്നെ വെള്ളം കയറിയാൽ ഉടനെ ഇറങ്ങും, അതല്ലെങ്കിൽ നാശനഷ്ടം സംഭവിച്ചാൽ ഒക്കെ ആ സമയത്ത് നമ്മൾ വ്യത്യസ്ത ഫോട്ടോഗ്രാഫുകളും വീഡിയോഗ്രാഫുകളും എടുത്തു വെക്കുന്നത് നന്നാവും. ഒരുപക്ഷേ ഈ നമ്മൾ വില്ലേജ് ഓഫീസ് അപേക്ഷ നൽകിയ സമയത്ത് അപ്പോൾ തന്നെ ഈ വില്ലേജ് ഓഫീസർക്കോ അതല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കോ നമ്മുടെ വീട് വന്ന് നോക്കി നാശനഷ്ടം കണക്കാക്കാൻ പറ്റണമെന്നില്ല. കാരണം ഏത് ദുരന്തം വരുമ്പോഴും നിരവധി വീടുകൾക്കാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫോട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസറോട് വിഷയം സംസാരിക്കുക, ഇന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അവർ നമ്മുടെ അനുവാദം നൽകുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വീടിൻ്റെ റിപ്പയറിങ് കാര്യങ്ങൾ ആരംഭിക്കാൻ പറ്റും. അതിന് എല്ലാ പ്രൊസീജിയറും പൂർത്തിയാക്കണമെന്നില്ല. ആ ഒരു വിഷയം ആരംഭിക്കട്ടെ എന്നുള്ളത് നമുക്ക് വില്ലേജ് ഓഫീസറോടോ അതല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറോടോ വാർഡ് മെമ്പറോ അറിയിച്ച് നമുക്ക് അത്തരം നമ്മുടെ വീട് വാസയോഗ്യമാക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെ കടക്കാവുന്നതാണ്. ഇതിൽ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എങ്ങനെയാണ് ഈ തുക നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ വാല്യൂഷൻ പ്രക്രിയ എന്ന് വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വെള്ളപ്പേപ്പറിൽ അപേക്ഷ തയ്യാറാക്കി വില്ലേജ് ഓഫീസിൽ എത്തിക്കുന്നു. വില്ലേജ് ഓഫീസ് ഇത് ഏതെങ്കിലും അംഗീകൃത പ്രകൃതി ദുരന്തങ്ങളിൽ വീട് തകർന്നതാണെങ്കിൽ അത് സാക്ഷ്യപ്പെടുത്തി അതിൻ്റെ വാല്യൂഷൻ തയ്യാറാക്കാൻ വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ഫയൽ കൈമാറുന്നു. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നമ്മുടെ വീട് വന്നു നോക്കി ആ വീടിൻ്റെ നാശനഷ്ടം ഏത് കാറ്റഗറി, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ 5 കാറ്റഗറി ഉണ്ടല്ലോ, അതിൽ ഏത് കാറ്റഗറിയിലാണ് എന്നത് നോക്കി അതിൻ്റെ പേഴ്സൻറ്റേജ്, ആ വീടിന് നാശനഷ്ടം സംഭവിച്ചത് ഇത്ര പേഴ്സൻറ്റേജ് വന്നു എന്ന് നോക്കി വില്ലേജ് ഓഫീസർക്ക് തിരിച്ച് റിപ്പോർട്ട് കൈമാറുന്നു. വില്ലേജ് ഓഫീസർ നമ്മൾ നൽകിയ അപേക്ഷ, ആ അപേക്ഷയോടൊപ്പം നമ്മൾ നൽകേണ്ട മറ്റു കാര്യങ്ങൾ നമ്മുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി, നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, നമ്മുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, നമ്മുടെ വീടിന് നാശനഷ്ടം സംഭവിച്ചതായി കാണിക്കുന്ന ഫോട്ടോകൾ. അത് സ്റ്റുഡിയോയിൽ പോയി നല്ല ക്വാളിറ്റി ഫോട്ടോ എടുക്കണമെന്നില്ല, അത് വൈറ്റ് പേപ്പറിൽ കളർ ഫോട്ടോ എടുത്തതും ആയാലും മതി. ഇത്തരം കാര്യങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് അനുവദിച്ച അവരുടെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നു. അത് താലൂക്കിൽ നിന്ന് തഹസിൽദാർ വെരിഫൈ ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു നാശനഷ്ടത്തിൻ്റെ വാല്യുവേഷൻ പ്രൊസീജിയർ. ഒരു പക്ഷേ കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുന്ന വീടുകളാണെങ്കിൽ അത് വില്ലേജ് ഓഫീസറും അസിസ്റ്റൻ്റ് എഞ്ചിനീയറും മാത്രം വാല്യുവേഷൻ നൽകിയാൽ മതിയാവില്ല. അത്തരം വീടുകൾ പിന്നെ ഒരു പക്ഷേ തഹസിൽദാറും ബ്ലോക്ക് പഞ്ചായത്തുകളിലെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും വീട് സന്ദർശിച്ച് അതിൻ്റെ പ്രൊസീജിയർ പൂർത്തിയാക്കുന്നു. ഇത് പിന്നീട് നമുക്ക് ലഭിക്കുന്നത് വില്ലേജ് ഓഫീസിൽ പോയി അല്ലെങ്കിൽ വാർഡ് മെമ്പർ കൊണ്ടുവരുന്ന സാഹചര്യമല്ല, നേരിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന സാഹചര്യമാണ് ഉണ്ടാകുക. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം മാത്രമേ ഉള്ളൂ, നമ്മൾ നൽകിയ അപേക്ഷ വില്ലേജ് ഓഫീസിൽ നിന്ന് നിർദ്ദിഷ്ട പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് എന്നുള്ള ഒരു കാര്യം മാത്രമേ നമുക്ക് ഉറപ്പുവെക്കാനുള്ളൂ. അതിനുശേഷം വില്ലേജ് ഓഫീസർക്കും യാതൊരു റോളും കാര്യങ്ങളൊന്നുമില്ല. അതിനുശേഷം അവിടെ പോയി നമ്മളിങ്ങനെ എൻ്റെ അനുകൂലമായോ എന്ന് ചോദിച്ച് അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, ഒരുപക്ഷെ പ്രളയമോ അതല്ലെങ്കിൽ അംഗീകൃത ദുരന്തമോ ഉണ്ടായാൽ നമ്മുടെ നാട്ടിലെ ഒരു സാഹചര്യം വെച്ചിട്ട് മിക്കവാറും ആളുകളെ തൊട്ടടുത്തുള്ള അയൽവാസികളോ അതല്ലെങ്കിൽ ബന്ധുക്കളോ നാട്ടുകാരോ അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. അവർ ഒരുപക്ഷെ ദുരിതാശ്വാസ ക്യാമ്പിൽ പോകേണ്ട സാഹചര്യമില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ട വിഷയം സർക്കാർ ആനുകൂല്യങ്ങൾ ആദ്യം ലഭിക്കുക, അതിൽ ഇവർ ദുരന്തത്തിൽ ഏർപ്പെട്ടു എന്നത് സർക്കാർ രേഖകൾ ലഭ്യമാകുക എന്നുള്ളത് ദുരിതാശ്വാസ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലിസ്റ്റുകളാണ്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ബന്ധുക്കളോ നാട്ടുകാരോ നമുക്കുള്ള ഒരു സഹായം, നമുക്കുള്ള ഒരു താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തരികയാണെങ്കിലും നമ്മൾ വാർഡ് മെമ്പറെ വില്ലേജ് ഓഫീസറെ അറിയിച്ച് ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾക്ക് ഇന്ന സൗകര്യങ്ങളുണ്ട്, ഞങ്ങളുടെ വീടുകളിൽ പോകട്ടെ എന്ന് ചോദിച്ചു പോകുന്ന ഒരു രൂപമാണ് നല്ലത്.
ഒരുപക്ഷേ പ്രളയത്തിൻ്റെ ഒരു മാനസിക പ്രയാസത്തിൽ ഈ ദുരന്തബാധിതർക്ക് അത്തരം കാര്യങ്ങൾ ശ്രദ്ധ ഉണ്ടാവണമെന്നില്ല. സന്നദ്ധ പ്രവർത്തകരെന്ന നിലയിൽ ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവരും അത്തരം കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഇത്തരം ദുരന്തങ്ങൾ ബാധിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം നമ്മുടെ ബന്ധുക്കൾക്കാവട്ടെ നാട്ടുകാർക്കാവട്ടെ ഇത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എന്നിട്ട് ദുരിതാശ്വാസ ക്യാമ്പ് എവിടെയാണുള്ളത് അവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവിധ സർക്കാർ ധനസഹായങ്ങളും അല്ലെങ്കിൽ നഷ്ടപരിഹാരങ്ങൾ ലഭിക്കണമെങ്കിൽ ഒരുപക്ഷെ പ്രളയബാധിതരായ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പേപ്പർ വർക്കുകളോ മറ്റു കാര്യങ്ങളോ യഥാസമയം നിർവഹിക്കാൻ കഴിയണമെന്നില്ല. കാരണം വലിയൊരു മാനസിക ആഘാതത്തിലായിരിക്കും ഓരോ ദുരന്ത ബാധിതനും ഉണ്ടാവുക. കാരണം അവരുടെ വർഷങ്ങളായുള്ള അധ്വാനമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അത്തരം സമയങ്ങളിൽ അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് ലഭിക്കേണ്ട സഹായ സഹകരണം നൽകാൻ ആ നാട്ടിലുള്ള പ്രളയം ബാധിക്കാത്ത ആളുകളും സന്നദ്ധ പ്രവർത്തകരൊക്കെ സഹായിക്കേണ്ടതുണ്ട്. അവർക്ക് എന്തൊക്കെയാണ് ആനുകൂല്യങ്ങളുള്ളതെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർക്ക് വേണ്ടി അവരെ സന്ദർശിച്ച് ഒരു വെള്ള പേപ്പർ എടുത്ത് അവർക്ക് വേണ്ടി അപേക്ഷ പൂരിപ്പിച്ച് അവരെ കൊണ്ട് ഒപ്പുവെച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങൾ വില്ലേജ് ഓഫീസിൽ പോയി വില്ലേജ് ഓഫീസിൽ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ നല്ല തിരക്കുള്ള സമയങ്ങൾ ഒരു അംഗീകൃത ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നിരവധി വീടുകൾ തകർന്നിട്ടുണ്ടാകും. എല്ലാ വീടുകളിലും പിന്നെ കറക്റ്റ് പ്രൊസീജിയർ പാലിക്കാൻ ഒരുപക്ഷെ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്നില്ല. അപ്പോൾ അത്തരം കേസുകൾ ഒരുപക്ഷെ നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയി അപേക്ഷ നൽകി വില്ലേജ് ഓഫീസർ അതിൽ റെക്കമെൻഡേഷൻ ഇത് അംഗീകൃത ദുരന്തത്തിൽ ഏർപ്പെട്ടതാണ്, വാല്യുവേഷൻ തയ്യാറാക്കണമെന്നുള്ള റെക്കമെൻഡേഷൻ എഴുതി ഒരുപക്ഷെ നമ്മൾ ആ ഫയൽ വാങ്ങി നേരെ എഞ്ചിനീയറിംഗ് തദ്ദേശ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ എത്തിച്ച് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഒരുപക്ഷെ പല സ്ഥലങ്ങളിലും വാഹന സൗകര്യം ലഭ്യമാവണമെന്നില്ല. അവരെ നമ്മളൊരു റൂട്ടിൽ കൊണ്ടുപോയി സൈറ്റ് കാണിച്ചു കൊടുത്ത് അവരുടെ ഒരു വാല്യുവേഷൻ റിപ്പോർട്ട് നമ്മൾ വാങ്ങി. ഈ വാല്യുവേഷൻ റിപ്പോർട്ട് എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ ഒരു വീടിന് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി വിശദമായ ഒരു വാല്യുവേഷൻ തയ്യാറാക്കേണ്ട സാഹചര്യമൊന്നും സർക്കാരിൻ്റെ ഈ മാനദണ്ഡ പ്രകാരമില്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ദുരന്തം സംഭവിച്ചത്, അത് ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്, അതിൻ്റെ ഒരു പെർസെൻറ്റേജ് മാത്രം രേഖപ്പെടുത്തി വില്ലേജ് ഓഫീസർക്ക് റിപ്പോർട്ട് കൈമാറിയാൽ മതി. അപ്പോൾ അതുകൂടി നമ്മളൊന്ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ആ റിപ്പോർട്ട് വാങ്ങി അത് തിരിച്ച് വില്ലേജ് ഓഫീസിൽ എത്തിക്കുന്ന ഒരു പ്രക്രിയയിൽ കൂടി നാം ഇടപെടുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ വേഗത്തിലാവുകയും എല്ലാ ദുരന്ത ബാധിതർക്കും നാശനഷ്ടം സംഭവിച്ചവർക്കും ആനുകൂല്യം നഷ്ടപ്പെടാതിരിക്കാനും സാധിക്കും. അപ്പോൾ ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവരും ഇനി ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു ജാഗ്രത പാലിക്കണമെന്ന് കൂടി ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് 2026 ആഗസ്റ്റ് 1 മുതൽ ആഗസ്റ്റ് 30 വരെയുള്ള അംഗീകൃത ദുരന്തം, വീട്ടിൽ വെള്ളം കയറിയതോ ഉരുൾപൊട്ടലുണ്ടായതോ പിന്നെ കാലവർഷക്കെടുതി മൂലമുണ്ടായ ദുരന്തങ്ങൾക്കാണ് ഈ ആനുകൂല്യമുള്ളത്. എന്നാൽ ഈ ആനുകൂല്യം ഏതൊരു സമയത്തും അംഗീകൃത ദുരന്തങ്ങൾക്കും ഇതേ ഒരു തുക അതല്ലെങ്കിൽ അതിന് തത്തുല്യമായ തുക നിലവിൽ ലഭിക്കാനുള്ള സംവിധാനങ്ങൾ വില്ലേജ് ഓഫീസിലും തദ്ദേശ സ്ഥാപനങ്ങളിലും ഉണ്ട്. അപ്പോൾ ഏതൊരു സമയത്തും ഇത്തരം അംഗീകൃത ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളൊരു ശ്രദ്ധ കാണിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് വ്യക്തിപരമായി ചെയ്യാൻ കഴിയുന്നതിലുപരി നല്ലൊരു സഹായം ദുരന്തം ബാധിച്ച് മാനസികമായി തളർന്ന ആളുകൾക്ക് ചെറിയൊരു ആശ്വാസമായെങ്കിലും നൽകാൻ സാധിക്കും. ഈ ഒരു ഇന്നത്തെ ഒരു എപ്പിസോഡ് അതിനൊരു എല്ലാവർക്കും ഒരു പ്രേരണമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.